വെൽക്കം ബാക്ക് ടു ദി നെക്സ്റ്റ് വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരെ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള പ്രേരണയാണ്. അപ്പോൾ BCOC 135 കമ്പനി ലെവലിലെ ടോപ്പ് 4 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ടോപ്പ് 4. അപ്പോൾ ഇതിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയി പറയില്ല. ചിലപ്പം നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി തരും, എന്തെല്ലാം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി തരും. അപ്പോൾ നിങ്ങൾക്ക് ഡീപ്പനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, MOA മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണെന്നുള്ള മെയിൻ ചോദ്യമാണത്. ഇപ്പോൾ MOA എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഡോക്യുമെൻ്റ് ഓഫ് എ കമ്പനിയാണ്. ഇപ്പോൾ മെയിൻ ഒരു കമ്പനി ഫോം ചെയ്യുമ്പോഴുള്ള ഫണ്ടമെൻ്റൽ ഡോക്യുമെൻ്റാണ് MOA. ഇറ്റ് ഡിഫൈൻസ് ദി കമ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻഡ് സ്കോപ്പ് ഓഫ് ഇറ്റ്സ് പവർ. ഇറ്റ്സ് ഓഫൺ കോൾഡ് ദി ചാർട്ടർ ഓഫ് ദി കമ്പനി. മെയിൻലി MOA എന്ന് പറഞ്ഞാൽ ചാർട്ടർ ഓഫ് ദി കമ്പനി എന്നാണ് MOAനെ നമ്മൾ വിളിക്കപ്പെടുന്നത്. ഇപ്പോൾ ഇമ്പോർട്ടൻസ് എന്താ? ഫൗണ്ടേഷൻ ഡോക്യുമെൻറ്റ്. നമ്മൾ കമ്പനി തുടങ്ങിയമായിട്ടുള്ള ഫൗണ്ടേഷൻ ഇല്ല, നമ്മൾ എപ്പോഴും പറയില്ല നമ്മൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കണം. ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കേണ്ട ഒരു ഡോക്യുമെൻ്റാണ് MOA. പിന്നെ ഡിഫൈൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ കമ്പനി ആൻഡ് ഔട്ട്സൈഡർ. നമ്മൾ കമ്പനിയും ഔട്ട്സൈഡ് വേൾഡിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഈ MOAയിൽ ഉണ്ടാവും. ഓക്കെ, പ്രൊട്ടക്ട് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ആരെല്ലാം ഷെയർ ഹോൾഡേഴ്സ്, ആരെല്ലാം ക്രെഡിറ്റേഴ്സ്, കാര്യങ്ങളൊക്കെ MOAയിൽ ഉണ്ടാവും. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ എത്ര ഷെയർ ഉണ്ട് ഒരാൾക്ക്, എത്ര, എല്ലാ ലിസ്റ്റും MOAയിൽ ഉണ്ടാവും. എല്ലാത്തിൻ്റെ ഡോക്യുമെൻ്റാണ് MOA. ലിമിറ്റ്സ് കമ്പനി ആക്ടിവിറ്റി ടു സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇപ്പോൾ കമ്പനീൻ്റെ ഒബ്ജക്റ്റീവ് ഒന്നാണെങ്കിൽ മറ്റേ പ്രോഗ്രാമിലേക്ക് പോകാം. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ റിലയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്താ, റിലയൻസിൻ്റെ ജിയോ കാര്യങ്ങൾ, ഫ്യൂവൽ, അതിൽ ഒബ്ജക്റ്റീവ്, അവർ ആ ഒബ്ജക്റ്റീവിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വേറെ ഒബ്ജക്റ്റീവിലേക്ക് പോകാൻ എന്താ ഇത് വിടൂല. ഓക്കെ, പിന്നെ ക്ലോസസ് ഓഫ് MOA എന്താണ്? നെയിം ക്ലോസ് ഉണ്ട്, രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ഉണ്ട്, ഒബ്ജക്റ്റ് ക്ലോസ് ഉണ്ട്, ലയബിലിറ്റി ക്ലോസ് ഉണ്ട്, ക്യാപിറ്റൽ ക്ലോസ് ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ഉണ്ട്. ഇതെല്ലാം ക്ലോസസ് ഓഫ് MOA. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നെയിം ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനീൻ്റെ ലീഗൽ നെയിം. പിന്നെ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൊക്കേഷൻ എവിടെയാണ്. പിന്നെ ഒബ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി കമ്പനി എന്താണ്. ലയബിലിറ്റി ക്ലോസ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ്, നിങ്ങളുടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റലിൻ്റെ, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര സബ്സ്ക്രൈബർ ഹു അഗ്രി ടു ഫോം ദി കമ്പനി. If a company is formed to manufacture textile, it cannot start a banking business unless its object clause permits it. ഇപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എഴുതി കൊടുക്കുക. MOA is the constitution of the company of all activities and must remain within the power stated in it. പിന്നെ ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റി ഓഫ് എ ഡയറക്ടർ. ഡയറക്ടറിൻ്റെ ഇതെന്താ, ഡ്യൂട്ടീസ് എന്താ? മീൻസ് കമ്പനി റൺ ചെയ്യേണ്ടതാണ്, ഏജൻ്റായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കമ്പനീൻ്റെ ഒബ്ജക്റ്റീവിലേക്ക് കമ്പനി റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡ്യൂട്ടീസ് എന്താ? ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് ദി കമ്പനി. സ്വന്തം ബെനിഫിറ്റിനെക്കാട്ടും കമ്പനിക്ക് എന്താ ബെനിഫിറ്റ്, മെമ്പേഴ്സിനുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഡയറക്ടേഴ്സ് വർക്ക് ചെയ്യണം. പിന്നെ ഡ്യൂ കെയർ, സ്കിൽ ആൻഡ് ഡ്യൂ ഡിലിജൻസ്. ഇപ്പോൾ നല്ല സ്കില്ല് വേണം, ഡ്യൂ കെയർ, കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ എന്ന് വെച്ചാൽ ആ വർക്ക് ചെയ്യാൻ, ആ ഒബ്ജക്റ്റീവിൽ എത്തിക്കാനുള്ള കോമ്പിറ്റൻസ് എന്ത് ചെയ്യണം, ഡയറക്ടേഴ്സിന് വേണം. പിന്നെ അവോയ്ഡ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഞാൻ പറഞ്ഞ പോലെ കോൺഫ്ലിക്റ്റ് മീൻസ് സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ വരരുത്. പിന്നെ ബോർഡ് മീറ്റിംഗ്സ് റെഗുലറായി അറ്റൻഡ് ചെയ്യണം. പ്രൊട്ടക്റ്റ് കമ്പനി അസെറ്റ്. പിന്നെ ലയബിലിറ്റീസ് ടുവേർഡ് കമ്പനി, ബ്രീച്ച് ഓഫ് ഫിഡ്യൂഷ്യറി ഡ്യൂട്ടീസ്, മിസ്യൂസ് ഓഫ് കമ്പനി പ്രോപ്പർട്ടി, നെഗ്ലിജൻസ് കോസിങ് ലോസ്, ലയബിലിറ്റി ടുവേർഡ് ദി തേർഡ് പാർട്ടി, ഫ്രോഡുലന്റ് സ്റ്റേറ്റ്മെൻറ്റ്, മിസ്റെപ്രസെൻറ്റേഷന്, പേഴ്സണൽ ഗ്യാരൻറ്റീസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലയബിലിറ്റി, ഇപ്പോൾ ഫ്രോഡുലന്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിച്ചിട്ട് ഡയറക്ടർ പുറത്തുവിട്ടൊക്കെ കഴിഞ്ഞാൽ ഇതിൽ ലയബിലിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യും. ക്രിമിനൽ ലയബിലിറ്റിയിൽ ഫ്രോഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ്? ഡയറക്ടർ ഹു യൂസസ് ദി കമ്പനി ഫണ്ട്സ് ഫോർ പേഴ്സണൽ പർപ്പസ് ക്യാൻ ബി ഹെൽഡ് പേഴ്സണലി ലയബിൾ. ഇനി കമ്പനി സെക്രട്ടറി എന്താണ്? കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താ? മാനേജർ, കീ മാനേജർ പേഴ്സൺ അപ്പോയിൻറ്റഡ് ടു എൻഷുർ ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലയൻസ്. അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലയൻസ് കീ മാനേജർ പേഴ്സണിൽ അത് മര്യാദയ്ക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന പേഴ്സണാണ്. ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സ്, കണ്ടക്ട് ബോർഡ് മീറ്റിംഗ്സ്, ജനറൽ മീറ്റിംഗ്സ്, നോട്ടീസ് അജൻഡാസ്, മിനിറ്റ്സ്. നോട്ടീസ് അജൻഡ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് നോട്ടീസ്, മിനിറ്റ്സ്, ബോർഡ് മീറ്റിംഗ്സ് നോട്ട് ചെയ്യുക, അതിൻ്റെ പ്രസൻറ്റ് ചെയ്യുക, റിവ്യൂ കാര്യങ്ങളൊക്കെ. പിന്നെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിച്ചു നോക്കുക. ഇത് ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് ലീഗൽ പ്രൊവിഷൻ മേ റിസൾട്ട് ഇൻ പെനാൽറ്റീസ്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഇനി പബ്ലിക് കമ്പനി വേഴ്സസ് പ്രൈവറ്റ് കമ്പനി. പബ്ലിക് കമ്പനി ക്യാൻ ഇൻവൈറ്റ് ദി പബ്ലിക് ടു സബ്സ്ക്രൈബ്. ഫോർ എക്സാമ്പിൾ റിലയൻസ് പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ കഴിയും. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ അതിൽ ലിമിറ്റഡ് പാർട്ട്നേഴ്സ് ആയിരിക്കും. ഇത് നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഫ്രണ്ട് ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനി ആയിരിക്കും. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് കമ്പനിയിൽ എന്താണ്? മിനിമം 7 മെമ്പേഴ്സ് വേണം.
പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 മെമ്പേഴ്സാണ്. ഇതിൽ നോ മാക്സിമം ലിമിറ്റ് ഓഫ് മെമ്പർ. ഇതിൽ 200 ലിമിറ്റാണ് എന്ത് മാക്സിമം. പിന്നെ ഷെയർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. ഫോർ എക്സാമ്പിൾ സെറോദ സ്റ്റോക്സ്, മറ്റേ സ്റ്റോക്ക് നിങ്ങൾ വിൽക്കുന്നേരം നിങ്ങൾക്ക് റിലയൻസിൻ്റെ മെമ്പറാണ്, അതുപോലെ നിങ്ങൾക്ക് അടുത്ത ദിവസം ഷെയർ വിൽക്കാം. പക്ഷേ ഇത് പ്രൈവറ്റ് കമ്പനിയിൽ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് നിങ്ങൾ കമ്പനിയിൽ ഷെയർ വിൽക്കുന്നതിന് മുമ്പ്. ഓക്കെ. പിന്നെ ക്യാൻ ഇൻവൈറ്റ് പബ്ലിക് ഫോർ ക്യാപിറ്റൽ, കനോട്ട് ഇൻവൈറ്റ് പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ, എൻജോയ് വേരിയർ ലീഗൽ എക്സംഷൻ, ഗ്രേറ്റർ കംപ്ലയൻസ് റിക്വയർ. പിന്നെ പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ എന്താ, ലീഗൽ മീൻസ് നിങ്ങൾക്ക് ഒരുപാട് മെമ്പേഴ്സ് ഷെയർ ഹോൾഡേഴ്സിലുള്ളവരെ നിങ്ങൾ കൂടുതൽ ലീഗൽ ലോസിലും കൃത്യമായി ഫോളോ ചെയ്യണം. ഓക്കെ, അതാണ് നിങ്ങളുടെ ടോപ്പ് 4 ക്വസ്റ്റ്യൻസ്.